ഡാർജിലിംഗിലേക്ക് പോണ വഴിക്ക് നമുക്കൊരു ക്ഷണം കിട്ടി. ഇതൊരു റോയൽ എൻഫീൽഡിന്റെ ഷോറൂമാണ്. ഓണർ ഇപ്പൊ വരും. പുള്ളി റൈഡേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പുള്ളിയാണ്. സംഭവം ഒരാൾ മാളുടെ പിടിക്കാന്ന് പറയുന്നു, മറ്റൊരാൾ അത് പിടിക്കാനുള്ള സമയം പറയുന്നു. ഇവര് നമുക്ക് ചായ എന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞു. ആ കോഫിയാന്ന് പറയും. സ്ഥലത്തിന്റെ പേര് കണ്ടി. ഒരു പുള്ളി പന്ന മുഖഭാവം കണ്ടിട്ട് വണ്ടി ഒന്ന് മാറ്റി കൊടുക്കുമെന്ന് ചോദിക്കാൻ പന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി അറിയാം. പുള്ളി ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് കൊണ്ടിട്ട് കുറച്ചു നേരം പിടിക്കും പുള്ളീന് വരാൻ. പുള്ളി ഇരുന്ന ചെയറാണ് സംഭവം. ഞങ്ങൾ ഇരിക്കണത് നൈസ് ചെയറിലാണ്. ഇതിന്റെ ഓണർ ഇരിക്കുന്ന ചെയർ അതിനെക്കാട്ടി പൊളിയാണ്. പുള്ളി നമ്മളായിട്ട് ഇവിടം വരെ ജോയിൻ ചെയ്യും. ഷോറൂമിന്റെ ഓണറാണത്. പുള്ളിയുടെ വക ട്രീറ്റാണ്. സംഭവം കൊള്ളാം. ചിക്കൻ പക്കോട തേര് വെച്ചില്ല, സാധനം കൊള്ളാം. ഇത് ഗുലാബ് ജാം ചിക്കൻ. ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണി ഒക്കെ ഉണ്ട്. ഇവിടെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണി ഉണ്ട് കേട്ടാ. അബുസേ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നൈസ് പാർക്കിംഗ് അല്ലേ. നമ്മള് ഫുഡ് കഴിക്കുന്നത്തേക്ക് പോകും. ഈ ഒരു മൂഡ് സാധാരണ ഉണ്ടാവണത് അത് ഫുള്ള് കണ്ടില്ലല്ലേ. സാധാരണ ഈ മൂഡ് കിട്ടാറുള്ളത് നമ്മളാ ഇവിടെയാണ്. എഗ് ചോപ്പിന്റെ ചിക്കൻ സൂപ്പ്, ചിക്കൻ സൂപ്പ്, ബ്ലാക്ക് ടീ പോലാണ്. നമ്മിപ്പോ ക്രോസ് ചെയ്ത റിവർ കണ്ട ഡോറുടെ മാപ്പ് പറയണതൊക്കെ കേക്കും. ചാരിക്കാൻ പറഞ്ഞു, ചാരിയിരുന്നു. ഡാഗിനി അമ്മുമ്മ. ആദ്യത്തെ ഒരു ബ്ലാക്ക് ടീ ആണ് നമ്മുടെ ട്രിപ്പില. ഇതിന് മുമ്പ് കുടിച്ച് അതാണ് ഇവരാണ്. ഞാനാ കുടിച്ചത്. ഇന്നും കുടിച്ചോ? ഇതാണ് ബ്ലാക്ക് ടീ. പക്ഷേ കളർ ബ്ലാക്ക് അല്ല, കളറ് പാൽ ബ്ലാക്ക്. കണ്ടിട്ടൊരു എഫക്റ്റ് ഇല്ല. കുടിച്ചു നോക്കാം നമുക്ക്. ഇത് ഈ തേൻ ഒഴിച്ചിട്ടാണ് ഈ മേളിൽ ഇങ്ങനെ എണ്ണമയം പോലെ ഇരിക്കണം കേട്ടോ. പഞ്ചസാര അല്ല ഇവര് യൂസ് ചെയ്യണത്, തേനാണ്. നമ്മളിപ്പോൾ ഏകദേശം നിൽക്കണത് ബീഹാറിൽ. ഇതിവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ട ബീഹാരിയാണ്. ഗൈസ്, ഞങ്ങൾക്ക് കട്ടൻ ചായ മാത്രം മേടിച്ചു തന്നിട്ട് ഇതാണ് ഒറ്റയ്ക്ക് ഇരുന്ന് സൂപ്പ് കുടിക്കുന്നുണ്ട്. ആ മൈൻഡ് താങ്കൾക്ക് എങ്ങനെ വന്നു? നിങ്ങൾക്ക് ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടില്ലേ? ഇനി അത് വേറും. ഇതാണ് സൂപ്പ്. സംഭവം എങ്ങനെയുണ്ട്? ഇതാണ് 100 ഞാനൊരു 40 മാർക്ക് കൊടുക്കും. അപ്പോൾ വലിയ സെറ്റപ്പില്ല. നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ അറിയാം. നൈസ് നൂഡിൽസാണ്. ക്ലോറി മാറ്ററിൽ ഉണ്ടാക്കിയാണ് ഇവിടെ. ശരി, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എഗ് നൂഡിൽസ് പറഞ്ഞേക്കണേ. സംഭവം കലിപ്പില്ല. അങ്ങനെയുണ്ടാ പുതിയ നൂഡിൽസ് 5 പേർക്ക്. ഇനിയിപ്പം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കുണ്ടി വെച്ച വണ്ടിയാണ്. എങ്ങനെ അവിടുന്ന് വയലിൽ നിന്ന് മാറി പിന്നെ സീൻ കണ്ടോ? അമ്പാടി കുട്ടി കൃഷ്ണൻ പോലെ. സണ്ണാണ് നമ്മളെ ഹൈലൈറ്റ്. അതിനെ എതിർദിശയിലേക്കാണ് നോക്കിള്ളി.
തന്നെ ഫ്രെയിമിയോ നിക്ക് രണ്ട് ദിവസം അങ്ങനല്ല ബെഡെല്ലാം മൈരൻ വിഷ്വൽ ബ്യൂട്ടി അല്ലേ നീയൊക്കെ വൈപ്പിനി കിടന്ന് എന്താ കാണുന്നത് മണ്ടപോയതെങ്ക ഇത് നോക്ക് അവിടെ നിക്കുന്നു പ്രോപ്പർട്ടി ആണെന്ന് അറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തി 2 ഫോട്ടോസ് 2 വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു. This is it. This is what I want. This is what I need. This is it. ഇതിനെ കാട്ടിയപ്പുറം എന്തൊക്കെ കാണാനുള്ളതെന്നറിയില്ല പക്ഷെ ഇത് ബോത്താണ്. നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങള് അടി സിലിഗുരിയിലേക്ക് വരുന്ന വഴിയിൽ സിലിഗുരി എത്തണേനൊരു 40 കൺട്രോൾ എന്നൊക്കെ പറയുന്നത് ഫാൻസ് ഇതാണ് എന്തോ ഇതിനെന്തോ അല്ലെ നീ ജാക്കറ്റ് എടുത്ത് വെക്കാലേ മറ്റേ എടുത്തിട്ടായിരുന്നു തണുപ്പ് പോയി അവൻ പോയി നീ അവന്റെ വരവാ ഇത് ഇവന്റെ വരവാ സൂര്യന്റെ ഇവിടെ ക്ലൈമറ്റ് ബാംഗ്ലൂർ കൂടെ മോഡറേറ്റ് കൂടെ വണ്ടി കൊലക്കെടുത്താ പിള്ളേരൊക്കെ പോടായില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ നല്ല വിഷ്വൽ ബ്യൂട്ടി അല്ലേ അങ്ങോട്ട് ഫുള്ള് നിരപ്പിന് കിടക്കണല്ലേ ഏതാണ് സിലുഗുരി എത്തിയിട്ട് കാലത്ത് തന്നെ ചായ പറഞ്ഞ ചായ കുടിച്ച് ശോകം ചായർന്ന് റൊട്ടി കൊള്ളാം ഞാൻ ഈ ട്രിപ്പിൽ തുടങ്ങിയിട്ട് കുടിച്ചേക്കണ പട്ടി ചായ അത്രയും വേണ്ടായിരുന്നിട്ട് ഇത് ഈ സാധനം കൊള്ളാം മസാലയും നമ്മുടെ റൊട്ടി ഉച്ചാറ് തക്കാളി ചമ്മന്തി കൊള്ളാകുമ്പോൾ കൊള്ളാം ഇതിപ്പോ മട്ടനും പറഞ്ഞിട്ടുണ്ടായി ഇവിടെ തന്നെയല്ലേ മറ്റേ ഇത് കണ്ട് മട്ടന് മട്ടൻ കറി സംഭവം ഇതാണ് സാധനം കൊള്ളാം കാണാൻ കൊള്ളാന്നാണ് പറഞ്ഞത് കൊള്ളാണ്ട് എല്ലാം മൊത്തം ഹലോ ഗൈസ്, നമ്മളിത് സിലിഗുരിയിൽ എത്തിയിരിക്കുന്നു. സിലിഗുരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അതെ, പിന്നെ എന്ത് വ്ളോഗാണ് ഇനിയിപ്പോ എടുക്കാൻ പോകുന്നത്? അല്ല ഉറങ്ങണ വ്ളോഗ് എടുക്കാൻ പറ്റുമോ മനുഷ്യന്മാർ? നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാവിലെ 10 മണിക്ക് നമ്മൾ ഈ റൂമിൽ വന്ന് കയറി, ഇപ്പൊ രാത്രി 10:30 മണി. 10 മണി ഒരു 10:30 മണി വരെ മിസ്റ്റർ അപ്രീത് ഉറങ്ങുകയായിരുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഉറക്കത്തിന്റെ അത്ര മനസ്സിലാക്കി കൊടുക്കണം. ഈ സിലിഗുരിയുടെ ഏറ്റവും വലിയ ഐറ്റം ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയ പോലെയല്ല. സിലിഗുരിയിൽ നമ്മൾ സൈഡ് വ്യൂവിന് ഇറങ്ങണത് ഒരാൾ പല്ലേച്ചിട്ടില്ല. റൂമിന്റെ റിസപ്ഷൻ നമ്മുടെ വണ്ടി ഇവർ വെച്ചേക്കണത് അകത്താണ്. അതായത് ഇവിടെ വണ്ടിക്കള്ളന്മാരുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തെളിവാണത്. കളഞ്ഞ് ഇതാണ് എന്താ കാണിക്കാൻ റിസപ്ഷന്റെ അകത്തേക്കാണ് വണ്ടി വെച്ചു. ഇതാണ് റിസപ്ഷൻ. എന്തുകൊണ്ടായിരിക്കണം ഇവരിങ്ങനെ വണ്ടി അകത്തേറ്റ് വെക്കാൻ പറഞ്ഞേക്കണം? നമ്മളിപ്പോ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? താൻ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? Guys, this is Port Siliguri, Susruda Nagar. ലോറിക്കാർ പണി തുടങ്ങിയിട്ടുണ്ട്.